സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് സിറ്റിയിൽ ഒരു സൂപ്പർ കാർ റേസ് നടക്കുന്നുണ്ട്. ഓക്കെ, സോ അതിനെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാ. എൻ്റെ നിസാൻ GTR കാർ ഇവിടെയാണ് ഞാൻ കൊണ്ട് വർക്ക് ചെയ്തിടാറുള്ളത്. സോ ഇന്ന് ഇവിടെ കാണുന്നില്ല, സംതിങ് ഫിഷി. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം. നേരെ എൻ്റെ വീട് ഞാൻ ബാക്കിൽ പോകാൻ, ചിലപ്പോൾ അവിടെ കാണുമായിരിക്കും. ഈ വീടിന് കാർ ഷെഡ് ഒന്നുമില്ല, നമ്മളെ പണ്ടത്തെ വീട് പോലെ. നമുക്ക് കാര്യം ചെയ്യാം. ഇവിടെ കാണും, ഇവിടെ ഇല്ലേ ബ്രോ? വാട്ട് വിത്ത് വാട്ട്? നോക്കട്ടെ ഞാൻ. ബ്രോ വാട്ട്? നിസാൻ GTR കാർ ഇവിടെ പോയി ബ്രോ. എൻ്റെ നിസാൻ GTR കാർ ആരും അടിച്ചുകൊണ്ട് പോയി. നമുക്കൊരു കാര്യം ചെയ്യാം. കുളിച്ചിട്ട് നേരെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാം. കുളിച്ച ഡ്രസ്സൊക്കെ മാറി കുട്ടപ്പനായിട്ട് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിന് മുമ്പേ ഒന്ന് കുളിക്കാം. ഓക്കെ ഗൈസ്, കുളിക്കാം. ഒന്ന് കാര്യം ചെയ്യാം. പോലീസ് സ്റ്റേഷനിലും പോയി നിസാൻ GTR കാറിൻ്റെ ഷോറൂമിലും പോയി നോക്കാം. അവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം അവർ എത്ര രൂപയ്ക്ക് തരുമെന്ന് നമ്മളെ കാറ്. ഓക്കെ, ഇത്രയൊക്കെ കുളിച്ചാൽ മതി ഇന്നത്തേക്ക്. കയറാം അങ്ങോട്ട്. ഓക്കെ, ഇത്രയൊക്കെ എന്നിട്ട് കുളിച്ചാൽ മതി. ഇനി നമുക്കൊന്ന് പോയി ഡ്രസ്സ് മാറ്റാം. എൻ്റെ കയ്യിൽ വേറൊരു ഡ്രസ്സുണ്ട്, മിലിറ്ററിയുടെ ഡ്രസ്സ്. ഓക്കെ, നമുക്കപ്പം നേരെ അതിടാം. ഓക്കെ, ഓടിപ്പോവാം. ഓടിപ്പോവാലോ. ഓക്കെ ഓക്കെ, എൻ്റെ ഷോക്കേസ്. യെസ്, ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണാടിയും എൻ്റെ ബാഗും എല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ വണ്ടി എടുക്കാമല്ലോ. വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് ഇവിടുത്തെ വണ്ടിയാണ്. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ USA-ലാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ വലത് സൈഡ് അങ്ങോട്ട് പിടിക്കുന്നില്ല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. അതുകൊണ്ട് ഞാൻ എടുത്ത് തുടങ്ങിയില്ലേ വണ്ടി. ഇതിനു മുമ്പ് ഈ വണ്ടി കിടന്ന് തുള്ളാൻ തുടങ്ങി തവളയെ പോലെ. ഓക്കെ, നമുക്ക് കാര്യം ചെയ്യാം. എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ പോലീസ് സ്റ്റേഷനുണ്ട്. നമുക്ക് നേരെ കംപ്ലൈൻറ്റ് ചെയ്യാം. അതില്ലാത്തൊന്നും ചെയ്യില്ല. എന്നാലും നമ്മളിവിടുത്തെ ഏറ്റവും വലിയ ഗ്യാങ്സ്റ്ററൊക്കെ അല്ലേ, കാശിൻ്റെ ഷോ കാണിക്കണമല്ലോ. അതിനാണ് കംപ്ലൈൻറ്റ് ചെയ്യണം. എൻ്റെ വണ്ടി അയച്ചു. ഇന്നത്തെ ദിവസം എനിക്ക് നല്ല ദിവസമാണ്. എനിക്ക് ഒരിടത്ത് നേരെ വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. വലിയ കാശുള്ളവന്മാരല്ലേ വോട്ട് കിട്ടുമ്പോഴും കിട്ടുമായിരിക്കും. ശരിയാക്കോ ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ തുടങ്ങി കൊണ്ടുപോകാം. പോലീസ് ഓഫീസേഴ്സ് ജോലി എടുക്കും. പോലീസ് ഓഫീസേഴ്സ് എൻ്റെ ഒരു കാർ കാണുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിച്ചാൽ അത് നോക്കുമായിരിക്കും. ഇത്രയും ഇവിടുത്തെ കംപ്ലൈൻറ്റ് കൊടുക്കില്ല. നമുക്ക് മുകളിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. മോളെപ്പോഴും കളിയുന്നത്, നമുക്ക് ചുമ്മാ കയറി നോക്കാം. അവിടെ ഒന്നുമില്ലല്ലോ. എനിക്ക് നേരത്തെ കയറി. ഞാൻ എന്തിനാണ് കയറിയെന്ന് എനിക്കാണുള്ളത്. താഴെ ചാടാം. ഹലോ അണ്ണാ, സുഖമാണോ? ഓക്കെ, നമുക്കിനി കാര്യം ചെയ്യാം. വണ്ടി എടുക്കാം. ഇങ്ങോട്ടല്ലേ, ഇവിടെ നമുക്ക് വണ്ടി എടുക്കാം. ഇനി അവിടം വരെ നടക്കണം വീണ്ടും. ഓക്കെ, ഞാൻ ടെലിപ്പോർട്ടായിരുന്നു ഒന്ന്. അതെ, ഞാൻ എന്തിനാണ് കണ്ണൊക്കെ എടുക്കാൻ നോക്കുന്നത്? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈക്ക് എന്തെങ്കിലും കുഴപ്പപ്പെടും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഒരു ആവശ്യം ഇല്ലാതെ ഈ കണ്ണെടുത്തു. നമുക്ക് കാര്യം ചെയ്യാം. വണ്ടി ഇവിടെ നിന്ന് എടുത്ത് നേരെ നിസാൻ GTRൻ്റെ ഷോറൂമിലോട്ട് പോവാം. അവിടെ ചെന്നിട്ട് നമുക്ക് ഈ കാറിൻ്റെ വില എത്രയാണെന്ന് ചോദിക്കാം. എന്നാൽ നമുക്ക് ഭയങ്കര കൂടുതലാണ്. എൻ്റെ ഈ ബാഗിൻ്റെ അകത്ത് ഏകദേശം ഒരു 2 crore അടുപ്പിച്ചുണ്ട്. നമുക്ക് 2 crore വണ്ടി കിട്ടുമെങ്കിൽ നമുക്ക് വണ്ടി ആ വിലയ്ക്ക് എടുക്കാം. ഓക്കെ 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 ഈ വണ്ടി ഞാൻ എടുക്കുമ്പോൾ എപ്പോഴും കൂടിയാണ് വണ്ടിക്ക്. കൊള്ളൂല വണ്ടി, മോശം. ഓക്കെ, ഞാൻ അവിടെ നിന്ന് വണ്ടി ഇറക്കാം. ഓക്കെ, എൻ്റെ വണ്ടി ഓരോ ഇന്നത്തെ ദോശയെ കൊള്ളൂല. എൻ്റെ വണ്ടിക്ക് ബ്രേക്ക് ഔട്ട് ഒന്നുമില്ല. അയ്യോ, എൻ്റെ വണ്ടി നിന്ന്. ഓ മൈ ഗോഡ്, എൻ്റെ വണ്ടി നിന്ന് പോയി ഗൈസ്. എൻ്റെ വണ്ടി ഓടുന്നില്ല. ഞാൻ എൻ്റെ ബോണറ്റിന്ന് രാവിലെ തുറന്നു നോക്കിയാൽ അപ്പം എന്തൊക്കെയോ പുകയൊക്കെ വന്നായിരുന്നു. അതിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എൻ്റെ വണ്ടി നിന്ന് പോയി. എന്തോ പറ്റി?
ആര്യ നമുക്ക് നമ്മളൊരു മാജിക്കൽ ഫോൺ എടുത്തിട്ട് 111 അടിച്ചിട്ട് എനിക്ക് ആകെ അറിയാവുന്ന ചീറ്റ് വെച്ചിട്ട് ഫൈക്കിളിനെ ഫോൺ 1111 ആ ഫൈക്കിൾ വരട്ടെ ബൂം ഫൈക്കിൾ വന്നു. ഇത് എവിടെ നിന്നാ വരുന്നത്? ആകാശത്തിൽ നിന്ന് വന്നേ. നമുക്ക് ഈ സൈക്കിൾ എടുക്കാം. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ ഇഷ്ടം, വണ്ടി ഓടിക്കാൻ ഇഷ്ടമല്ല. വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിക്ക് ഭയങ്കര വീതിയാണ്, വണ്ടി എവിടെയെങ്കിലും ഓടിക്കും. ഓക്കെ, നമുക്ക് നേരെ ബിൽഡിങ്ങിലോട്ട് പോവാം. ഇതാ ഈ റെഡ് വരെയുള്ള ബിൽഡിങ്. എൻ്റെ വണ്ടി ഇടിച്ചു. ഓക്കെ, നമുക്ക് ഒന്ന് കയറാം. ഓക്കെ നമ്മൾ കയറിയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ വണ്ടിക്ക് 50 കോടി രൂപയാണ് നിഫൻ ടീച്ചർ. എന്ത് അപരാധമാണ് ഈ കാണിക്കുന്നത്? ഓക്കെ, നമുക്ക് കാര്യം ചെയ്യാം. വണ്ടി വണ്ടിയല്ല സൈക്കിളല്ലേ. ആ സൈക്കിൾ റിവേഴ്സ് എടുത്തിട്ട് നമുക്ക് നേരെ നമ്മളെ അവരുടെ അടുത്ത് ഗാങ്സ്റ്ററിൻ്റെ അടുത്ത് എനിക്ക് പേരൊക്കെ മറന്നു പോകണം. എന്താണെന്ന് പറഞ്ഞോളാം. കുറ്റം പറയാൻ പറ്റില്ല. പെട്ടെന്ന് എഴുപന്നെടുത്ത് വണ്ടി എടുത്ത് ഓടാൻ, അല്ലെങ്കിൽ അവനെ കൊഞ്ചു പിടിച്ച് ചെവിരിക്കേറ്റ് ഓടിക്കാം. എവിടെയായിരുന്നല്ലേ വില്ലേജ്? അവിടെ പോയി നമ്മുടെ ഡോണിൻ്റെ വില്ലേജ്. ഇന്നത്തെ ദിവസമേ കൊള്ളൂല. രാവിലെ തന്നെ എൻ്റെ വണ്ടി നിന്നുപോയി. ഇപ്പോഴാണെങ്കിൽ വില്ലേജ് കാണുന്നില്ല. കണ്ട് എവിടെയായിരുന്നു? അയ്യാ, എൻ്റെ വണ്ടി ഇടിച്ച്. എന്തോ ഒരു കഷ്ടമാണെന്ന് നോക്കണേ. എനിക്കാണെങ്കിൽ തീരെ ഇതുമില്ലെന്ന്. സോ ഗൈസ്, വില്ലേജിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. അടുത്ത എപ്പിസോഡ് തൊട്ട് എനിക്ക് മൈൻക്രാഫ്റ്റ് സെറ്റാക്കാൻ പറ്റുമെങ്കിൽ ഉടനെ ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഡോണിൻ്റെ അവിടെ കയറാം. ഗൈസ്, അപ്പം ഇന്നത്തെ മിഷൻ എന്താണെന്ന് വെച്ചാൽ ആ ബിൽഡിംഗ് ഉണ്ട്, ആ വരെയുള്ള ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിൽ കയറിയിട്ട് ഗ്രീൻ ഗ്യാങ്ങിൻ്റെ ഒരു വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു, അത് പൊട്ടിക്കണം. അപ്പം എനിക്കൊരു ജെറ്റ് പാക്ക് തരുമെന്ന് പറഞ്ഞ്, ഞാൻ കാശും തരുമെന്ന് പറഞ്ഞ്, ഏകദേശം ഒരു 78 കോടി തരുമെന്ന് പറഞ്ഞ്. കാശുള്ള കാശൊക്കെ ആയി, ഇത്രയൊക്കെ മതി. എനിക്ക് പോലുള്ള ജെറ്റ് പാക്ക് ആണോ? ഈടാ, ഇത് എൻ്റെ നിസാൻ GTR കാറല്ലേ? സൂപ്പർ. എൻ്റെ നിസാൻ GTR കാർ ഞാൻ തന്നെ പൊട്ടിക്കുന്നത്. എന്ത് അപരാധമാണിത്? പൊട്ടിച്ചല്ലേ പറ്റും. കണ്ണെടുക്ക്. 3, 2, 1 ഗോ പറയാൻ സമയമില്ല. ഞാൻ എനിക്ക് കൺട്രോൾ കിട്ടണില്ല. ഓക്കെ 3, 2, 1 ബൂം ബ്ലാസ്റ്റ്. ഈ വണ്ടി ആരെടുത്തോളൂ? ഈ നമ്മള് ആറ് ജിറ്റാക്ക് ഗ്യാങ്സ്റ്ററിൻ്റെ ജിറ്റാക്ക് അതാണ് എടുത്തുകൊണ്ട് പോകുന്നതാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കാര്യം ചെയ്യാം. ഈ വണ്ടി എടുത്തിട്ട് തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മളെ നിസാൻ GTR ഷോറൂം. അവിടെ വരെ പോവാം. എന്നിട്ട് വേണം നമുക്ക് നിസാൻ GTR കാർ മേടിക്കാൻ. ഓക്കെ, അതുകൊണ്ട് ആ കാണുന്ന വരെയുള്ള ബിൽഡിംഗ് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ എന്താണ് അത്? കാര്യം ചെയ്യാം, താഴെ ഇറങ്ങാം. ഇനി താഴെ ഇറങ്ങാൻ എത്ര മണിക്കൂർ എടുക്കും? ഞാൻ എന്തിനാ അങ്ങോട്ട് പോണ്? താഴെ ഇറങ്ങും കുന്ത്രണ്ടമേ. എനിക്ക് പണിയുണ്ട്. എത്തിയാ? കാര്യം ചെയ്യാം, നമുക്ക് നേരെ നമ്മളെ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഞാൻ GTR മേടിക്കാം. അങ്ങനെ നമ്മൾ നിസാൻ GTR കാറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഈ കാറും എടുത്തുകൊണ്ട് നേരെ നമുക്ക് ആ റൈഫ് അടക്കം അടുത്തോട്ട് പോവാം. ഓക്കെ, റൈഫ് അടക്കം അടുത്തോട്ട് പോവാം. ആരും എൻ്റെ വഴി നിൽക്കരുത്, ഞാൻ നിസാൻ GTR കാറാണ് ഓടിക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം. മാറേ റൈഫ് അടക്കം നടക്കണേ. ഒരിടത്തും കൊണ്ട് ഇടിച്ചാൽ താമൊന്ന് സമാധാനം പറയടോ. ഇതിന് ബ്രേക്കും ഇല്ലേ? പണ്ടാത്തിന് എൻ്റെ നേരത്തെ അവിടെ നിന്ന് പോയ വണ്ടിക്ക് ഇതിനെക്കാട്ടിയും കൺട്രോൾ ഉണ്ടായിരുന്നു. എല്ലാ വണ്ടിയും നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള വണ്ടികളൊക്കെ വന്നിട്ട്
നിങ്ങൾക്ക് ഞാൻ കാണിച്ചിടാം. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് നിർത്തിയിടാം നമ്മളെ വണ്ടി. ഓക്കെ, ഞാൻ ബാക്കിയുള്ള വണ്ടി നിന്ന് കാണിച്ചു തരാം. അല്ല, ബാക്കിയുള്ള ഗൈസ്, ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നപ്പോൾ ബ്ലാക്ക് കളർ നിസാൻ കാർ വന്നു കേട്ടോ, എൻ്റെ അപ്പുറത്ത് കിടക്കുന്ന അവിടെ. എന്നിട്ട് ഇവിടെ ഒരു യെല്ലോ കളർ നിസാൻ കാർ വന്നു. എൻ്റെ കാറ് മാത്രമേ ഉള്ളൂ ഒരു ഓറഞ്ച് കളർ ഇരിക്കുന്നു, ഭംഗിയില്ല കാണാൻ. നമുക്കൊരു കാര്യം ചെയ്യും, നമ്മളാ വണ്ടി മാത്രം എടുക്കുന്നു. 3, 2, 1 ഗോ. പക്ഷേ ഇപ്പോഴല്ലല്ലോ, ഞാൻ സ്വന്തമായിട്ട് തന്നെ പറയുന്നത്. 3, 2, 1 ഗോ. അങ്ങനെ നമ്മുടെ റേസ് ചാർട്ടായിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് എൻ്റെ വണ്ടി എടുത്ത് അവന്മാർ പിറകിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്പീഡിൽ പോവാം. സ്പീഡ്. ഈ എയർപോർട്ടിന് ചുറ്റും പോകണം നമ്മൾ. എയർപോർട്ടാണെങ്കിൽ നല്ല വലിപ്പമുള്ള എയർപോർട്ടാണ്. നമ്മളാണിപ്പോൾ ഫസ്റ്റ് എല്ലാവരും നമ്മളെ പുറകെ തന്നെയുണ്ട്. ആ യെല്ലോ കളർ വണ്ടി നമ്മളെ തൊട്ട് പുറകെ വെച്ച് പിടിച്ചൊക്കെയാണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ വണ്ടി വളയ്ക്കാം. അയ്യോ, എൻ്റെ വണ്ടി പറമ്പിൽ കയറിയേ. എനിക്ക് നിസാൻ ചേച്ചി ഇറങ്ങണമെങ്കിൽ ഉടക്കത്താണ് സ്പീഡ് ഇതിന്. അമ്മേ, വണ്ടി ഇടിച്ചു. പെട്ടെന്ന് പോവാൻ എല്ലാ വണ്ടികളും പുറകെ തന്നെയുണ്ട്. അവൻ നമ്മളെ യെല്ലോ കളർ വണ്ടി അവിടെ ഇടിച്ചു കേട്ടോ. അയ്യാ, എൻ്റെ വണ്ടി ഇപ്പോൾ മറിഞ്ഞില്ല ഭാഗ്യം. ഞാൻ പെട്ടെന്ന് ഓടിക്കോ. എൻ്റെ വീട് കണ്ടു ഞാൻ. അപ്പോൾ അടുത്തെത്തിയതുകൊണ്ട് ജയിക്കാനായിട്ട്. ഓക്കെ. ഇപ്പോഴത്തേക്കും എല്ലാം സെറ്റാണ്. എല്ലാം അവിടെ പോയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗൈസ്, അങ്ങനെ ഞാൻ അവിടെ വണ്ടി നിർത്തി. യെസ് ഗൈസ്, നമ്മളാണ് റേസിൻ്റെ ഫസ്റ്റ് അടിച്ചേക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.